Hello everyone, I am Karunakaran. KEAM 2024-ന്റെ എഞ്ചിനീയറിംഗ് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആൻഡ് കൺഫർമേഷൻ 22/8/2024 മുതൽ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം എല്ലാ കോളേജിലേക്കും കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ ഇതെല്ലാം ഓപ്ഷൻ സ്വീകരിക്കുന്നുണ്ട്. ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം, പുനഃക്രമീകരിക്കണം, ആവശ്യമില്ലാത്ത വേണ്ടാത്ത കോളേജുകൾ അതിൻ്റെ അകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തതാണ്. നിങ്ങൾ അത് കൊടുക്കുകയും വേണ്ട. ഇത് 26/8/2024 വരെ ഈ പ്രക്രിയ റീഅറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. 28/8/2024 തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അതുപ്രകാരം കിട്ടിയ കോളേജിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഈ മാറ്റം വന്നതിനാലാകാം CE ഈ പ്രാവശ്യം തേർഡ് അലോട്ട്മെൻറ്റിന് 2000 രൂപ എക്സ്ട്രാ വാങ്ങുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ 2000 രൂപ അടച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇനി സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉണ്ടാകൂ എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾ CEയിലേക്കല്ല കോളേജിലേക്കും, അതായത് കോളേജിൻ്റെ സൈറ്റിലേക്കായിരിക്കും, അതിലേക്കായിരിക്കും പോയി നോക്കേണ്ട സ്പോട്ട് അഡ്മിഷൻ എന്നാണെന്നുള്ളത്. ഇത് നല്ലൊരു ചാൻസാണ്. പല വിദ്യാർത്ഥികളും ഇഷ്ടപ്പെടാത്ത കോളേജിൽ ചെന്ന് പെട്ടുപോയി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ആദ്യമായിട്ടാണല്ലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ ചേരാൻ ചെന്നപ്പോഴാണല്ലോ കോളേജ് കാണുന്നത്. ചെന്നപ്പോൾ ചിലർക്ക് കോളേജ് ഇഷ്ടപ്പെട്ടില്ല, അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് കോളേജ് ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ല, ചില കോളേജിന് ഗേൾസിനൊന്നും ഹോസ്റ്റലില്ല. ഇതൊക്കെ അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പല പാരൻസും വിദ്യാർത്ഥികളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചാൻസ് വന്നിരിക്കുന്നു. ശ്രദ്ധിച്ച് ഓപ്ഷൻ കൊടുക്കുക. ഇഷ്ടപ്പെടാത്ത കോളേജാണെങ്കിൽ അത് കൊടുക്കുകയും വേണ്ട, അതങ്ങ് ഒഴിവാക്കി കളയുന്നതല്ലേ. അതിനോട് അടുത്ത് നിൽക്കുന്ന കോളേജ് കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കോളേജ് താഴത്തോട്ട് കൊടുത്തോളും, എന്തായാലും അവിടെ കിട്ടാം. സോ ശ്രദ്ധിച്ചിട്ട് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് മുകളിൽ കൊടുത്തുകൊണ്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്ത കോഴ്സും കോളേജും അവിടെ റിട്ടേൺ ചെയ്യാൻ പറ്റും. തേർഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ മറ്റു കോളേജുകളിൽ കിട്ടിയാൽ ആ കോളേജിലേക്ക് എന്തായാലും മാറേണ്ടി വരുമേ. അവിടേക്ക് പോയേ പറ്റുള്ളൂ. അതിന് തയ്യാറായി വേണം ഹയർ ഓപ്ഷൻ ക്രമീകരിക്കാൻ. ശ്രദ്ധിച്ച് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. സീ യു അഗൈൻ.